സമാനതകളില്ലാത്ത ഒരു സംഭവമാണെന്ന് തന്നെ പറയാം. സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്തതാണ്, സമാനതകളില്ലാത്തതാണ്. ഇന്നലെ ഉണ്ടായ കാര്യത്തിലെ ഒരു വലിയ വൈചിത്ര്യം, ആർജിക്കർ ഹോസ്പിറ്റലിൽ ഒരു സംഘം അക്രമികൾ വന്ന് ഇത് അടിച്ച് തകർക്കുന്നതിന്റെ ഭാഗം നമ്മൾ അറിഞ്ഞു കണ്ടു. ഇതേ സമയത്ത് ബംഗാളിന്റെ പല ഭാഗത്തും പട്ടണ വ്യത്യാസമില്ലാത്ത പല പ്രദേശങ്ങളിലും ആളുകൾ സംഘടിച്ച് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നലെ അർദ്ധരാത്രിയിൽ. ആ സമയത്ത് കൊൽക്കത്തയിലെ എല്ലാ പ്രധാന തെരുവീഥികളിലും ജംഗ്ഷനുകളിലും ഒക്കെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് തടിച്ചുകൂടി പ്രതിഷേധം അറിയിച്ചത്. ഇത് നടക്കുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായത്, ചൗരാസ്ത ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്, ചീഫ് മിനിസ്റ്റർ നേരിട്ട് വന്നിട്ട് അവിടെ ഒരു കലാപരിപാടി സംഘടിപ്പിക്കുകയും പാട്ടും ഡാൻസുമായിട്ട് ഈ പ്രശ്നത്തെ മൂടിവെക്കാൻ ശ്രമിക്കുകയുമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് സമാനതകളില്ലാത്ത സംഭവം എന്ന് പറഞ്ഞത്. മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്തതും രാഷ്ട്രീയ ധാർമ്മികതകളെ കാറ്റിൽ പറത്തുന്നതുമായിട്ടുള്ള ഒരു പ്രതികരണമായി പോയി. അത് അത്രത്തോളം നീചവും പൈശാചികവുമായിട്ടാണ് ഭരണകൂടം ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ നേരിടുന്നതും ഈ വലിയ ഗൗരവം അർഹിക്കുന്ന വിഷയത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത്രത്തോളം നിന്ദ്യവും നീചവുമായ വിധത്തിലേക്ക് ഭരണകൂടം ഇടപെടുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ എത്രത്തോളം ശക്തി സംഭരിച്ചു കഴിഞ്ഞു ജനങ്ങൾക്കെതിരെ തിരിയാൻ എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങേയറ്റ അപലപനീയമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് പകരം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ആദ്യമേ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായത്. സുസ്മേഷ്, മുഖ്യമന്ത്രി പറയുന്നത് തൂക്കിക്കൊല്ലണം എന്നാണ്. മുഖ്യമന്ത്രിയുടെ അനന്തരാവകാശി അനന്തരവൻ പറയുന്നത് വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം എന്നാണ്. അതായത് ഈ പ്രതിയെ കൊന്നുകളയുക എന്ന് മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസും ഒരു ഭാഗത്ത് പറയുന്നു. ഈ പ്രക്ഷോഭങ്ങളെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന ഒരു തരത്തിലുള്ള പ്രക്ഷോഭത്തോടാണ് മമതാ ബാനർജി താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ മമതാ ബാനർജിയെ അധികാരഭ്രഷ്ടയാക്കാൻ വേണ്ടി എന്താണോ ബംഗ്ലാദേശിൽ നടന്നത് അതിവിടെ നടക്കുന്നു എന്ന് മമതാ ബാനർജി പറയാനുള്ള സാഹചര്യം എന്താണ്? അല്ല, അത് രണ്ടും വ്യത്യസ്തമായ സാഹചര്യമാണ്. അത് CM പറയുന്നത് പോലെ അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് എന്തായാലും കഴിയുകയില്ല. ഇവിടെ കൊൽക്കത്തയില് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളില് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഒരുവിധം തിരിച്ചറിവ് വന്ന കുട്ടികൾ മുതൽ യുവാക്കൾ വരെ മധ്യവയസ്കർ വരെയുള്ള മനുഷ്യർ ഒന്നടങ്കം വാസ്തവത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരാണ്. മുഖ്യമന്ത്രിക്കെതിരെ അവർ തിരിഞ്ഞു കഴിഞ്ഞു. ഇത്ര നാളും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ സംഭവത്തോടുകൂടി ഇല്ലാതായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലരോടും സംസാരിച്ചപ്പോൾ. കാരണം ഇതാരും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഈ ജനലക്ഷങ്ങൾ അർദ്ധരാത്രിയിൽ പുലരും വരെ തെരുവുകളിലേക്ക് വന്നത്, പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അത് അവരുടെ ഉള്ളിൽ നിന്നും ഉണ്ടായ നടുക്കത്തിന്റെയും വേദനയുടെയും പ്രതിഫലനമാണ്. അതൊരു രാഷ്ട്രീയ മുഖച്ഛായയില്ല. ബംഗ്ലാദേശിൽ സംഭവിച്ചതുമായിട്ട് ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്ന കാര്യങ്ങളെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഇവിടത്തെ യുവത, ഏറ്റവും ചെറിയ കുട്ടികൾ മുതലുള്ള യുവത പറയുന്നത് പോലെ ഇത് കണ്ണുമൂടി കെട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം മാത്രമാണ്. വാസ്തവത്തിൽ നടക്കുന്നത് അതല്ല. അതിനിന്യമായ ഈ ഒരു വിഷയത്തെ ലോകസഭയിൽ നിന്ന് മാറ്റി അതിനെ മറ്റു പല വിധത്തിലും രാഷ്ട്രീയമായും മറ്റു പല വിധത്തിലും നേരിടുന്നതിനുള്ള വളരെ തരംതാണ ഒരു നീക്കം മാത്രമാണ് അത്. പക്ഷെ ജനങ്ങൾ ഇതിനെല്ലാം മുകളിലായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഇന്നലെ ഈ KG ഘർ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള വീടുകളിലെല്ലാം ചെന്നിട്ട് ഈ അക്രമികളുടെ സംഘത്തിൽപ്പെട്ട ഗുണ്ടകൾ അവിടുത്തെ സ്ത്രീകളെ വിളിച്ചിറക്കി അവരോട് ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും രാത്രി പ്രതിഷേധത്തിൽ റോഡിലേക്ക് ഇറങ്ങരുതെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഇരയായ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതും അവരുടെ പരിസരത്തുള്ള ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ഭീഷണിപ്പെടുത്തിയതും. ഇത് വീട്ടിൽ കയറി ചെന്ന് കഥകിൽ മുട്ടിയ ആളുകളെ വിളിച്ചുണർത്തി വിളിച്ചെടിയിപ്പിച്ച് കാര്യം നേരെ പറയുകയാണ്. ഇത്രത്തോളം അരാജകത്വം ഈ തെരുവുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മുൻപൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സമാനതകളില്ലാത്ത സംഭവം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ക്രമസമാധാന പരിപാലനം ഇല്ല. ഇവിടെ ജനങ്ങളെ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്ന ആളുകളല്ല, അക്രമികളുടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട പോലീസ് പോലും ഇവിടെ നിർഭയരായി കഴിയുകയാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രാണരക്ഷാർത്ഥം പോലീസുകാർ ഓടി രക്ഷപ്പെടുന്നതാണ് കാണാൻ കഴിഞ്ഞതെന്ന് സാക്ഷികൾ പറയുന്നുണ്ട്. ഈ തരത്തിൽ ജനങ്ങളെ നേരിട്ട് വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലേക്ക്, അവരുടെ ജീവനെ തകർക്കുമെന്ന് ആക്രോശിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ അഴിച്ചുവിടണമെങ്കിൽ അത് മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത് പോലെ കണ്ണുമുടി കെട്ടാനുള്ള വാചാലത കൊണ്ട് മാത്രം നമുക്ക്. തീർച്ചയായും അങ്ങനെ അത്തരത്തിൽ ഭീതിതമായ ഒരു അന്തരീക്ഷം ബംഗാളിൽ നിലനിൽക്കുന്നു.